ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു ചെറിയ വീക്കിന് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ക്ലീനിങ് ഉണ്ട്, ചെറിയൊരു കുക്കിങ്, പിന്നെ എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അവരെയൊക്കെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള ചെറിയ ഒരു വ്ളോഗാണ്. വെൽക്കം ടു മൈ ചാനൽ ലെക്സ്ടോക്ക് ഡയറീസ്. ചെടികളും പൂക്കളും ഒക്കെ എല്ലാം ഒന്ന് നോക്കി രാവിലെ കുറച്ച് നേരം ഒന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതൊക്കെ കഴിയുമ്പോൾ ഞാനിങ്ങനെ പതുക്കെ ഓരോ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. എനിക്കെപ്പോഴും ഇങ്ങനെ നീറ്റായിട്ടിങ്ങനെ എന്താ പറയുന്നതെല്ലാം ഇങ്ങനെ അടുക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. ചെറിയൊരു കിച്ചണാണ്. ഇവിടെ ഇങ്ങനെ നാട്ടിലെ പോലെ വർക്ക് ഏരിയ അങ്ങനെ സെപ്പറേഷനോ അങ്ങനെയൊന്നുമില്ല. ചെറിയ കിച്ചൺ ക്യാബിനറ്റും കിച്ചണും അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു ഫേസ് വാഷ് ഉണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്ന പറ്റുന്ന ഫേസ് വാഷാണ്. ടീ ട്രീയുടെ ഡെയിലി യൂസിങ് ചെയ്യാൻ പറ്റുന്ന ഇതൊരു ഫോം ഫേസ് വാഷാണ്. യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ എൻ്റെ അല്പം സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് എനിക്കെപ്പോഴും ഈ ടീ ട്രീ പ്രൊഡക്ട്സ് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. രാവിലെ മിക്കപ്പോഴും ഞാനിങ്ങനെ നമ്മുടെ നൈറ്റിൽ കഴുകി വെച്ചിരിക്കുന്ന കുറേ പ്ലേറ്റ് അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ ഓർഗനൈസ് ചെയ്യുക. അതിനുശേഷം ബാക്കി ഓരോന്നിലേക്ക് മൂവ് ചെയ്യുക. അങ്ങനൊരു റുട്ടീനാണ് ഞാനെപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്. അതാത് സ്ഥാനങ്ങളിലിരിക്കുന്ന പ്ലേറ്റൊക്കെ തിരിച്ച് ഓർഗനൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും. അപ്പം തന്നെ നമുക്കൊരു എല്ലാം ബഹളം ആയിട്ടിങ്ങനെ കിടന്ന സാധനങ്ങളൊക്കെ എല്ലാം ഒന്ന് മാറിയല്ലോ എന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നോക്കുമ്പോൾ കിച്ചണൊക്കെ നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അതേപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ക്യാൻഡിൽസ്. ഞാൻ മിക്കപ്പോഴും പുറത്ത് പോകുമ്പം ഷോപ്പിലൊക്കെ ഞാൻ പോകുമ്പോഴും ഞാനെപ്പോഴും മേടിച്ച് സ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഈ ക്യാൻഡിൽ. അതിങ്ങനെ കത്തിച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു എന്താ പറയുക ഒരു ഗുഡ് സ്മെല്ലും. രാവിലെ ഇങ്ങനെ ഒരു കപ്പ് ചൂട് ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഉത്സാഹമല്ലേ. അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ളൊരു തുടക്കം അല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ കാപ്പിയൊക്കെ കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യക്കുട്ടൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ രാവിലെ ഒരു അഡ്വഞ്ചർ പസിൽ ഉണ്ടായിരുന്നു. അത് ചെയ്യാനുള്ള തിരക്കിലാണ്. അത് കണക്ട് ചെയ്ത് ആ പിക്ചറിൽ കാണുന്ന പോലെ അതിനെ സെറ്റ് ചെയ്തെടുക്കണം. ആ സമയത്താണ് ഞാൻ ആദ്യക്കുള്ള ചായ എടുക്കാമെന്ന് കരുതി. ചായ എന്ന് പറയുമ്പം നമ്മൾ സാധാരണ എടുക്കുന്ന ചായ ആയിട്ടല്ല നമ്മൾ ആദ്യം എടുക്കുന്നത്. പാലും വെള്ളവും കൂടി മിക്സ് ചെയ്ത് അതിനകത്ത് ഡേറ്റ്സൊക്കെ ഇട്ട് എടുക്കും. ഡേറ്റ്സ് ഇടാമെന്ന് കാരണം എന്ന് വെച്ചാൽ ആദ്യം ഈ ഡേറ്റ്സും നട്ട്സും ഒന്നും അധികം കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ ആദ്യം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അതിനകത്തിട്ട് അങ്ങനെ എടുത്ത് തുടങ്ങിയതാണ്. ഇപ്പം അങ്ങനെ കഴിച്ചോളും. ഞങ്ങൾ പിന്നെ അധികം അങ്ങനെ പഞ്ചസാര വാങ്ങി ഇങ്ങനെ വെക്കാറില്ല. അതുകൊണ്ട് ആദ്യം എടുക്കുമ്പോൾ അങ്ങനെ എടുക്കും. ഞങ്ങൾക്ക് ആ സമയം ഞങ്ങളുടെ ചായയും എടുക്കും.
ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അടുത്ത പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കുറച്ച് ഇത് കിടക്കുമ്പം ഞാൻ എപ്പോഴും അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ, മിക്കപ്പോഴും അങ്ങനെയാണ്, ചില ആളുകൾ എല്ലാം ഇങ്ങനെ വെച്ചിട്ട് കുറേ കഴിയുമ്പോൾ കഴുകും. കുറച്ച് പേര് അതിൻ്റെ കൂടെ തന്നെ അതിങ്ങനെ കുറച്ച് കഴുകും. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെപ്പോഴും ഇങ്ങനെ കഴുകുമ്പോൾ, അതായത് നമ്മൾ ചെയ്തതിൻ്റെ ഒരു വർക്കിൻ്റെ ഇടയിലേക്ക് ഇപ്പോൾ കുറച്ച് പാത്രങ്ങൾ വരികയാണെങ്കിൽ അത് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഒരു ഇൻ്റർവെല്ലിൽ ഇങ്ങനെ കഴുകി വെക്കുമ്പോൾ ആ ഒരു നമുക്കത് കുറച്ച് ഈസി ആയിട്ട് തോന്നും. അപ്പം ഞാനത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ചിലവർക്ക് അതിങ്ങനെ എളുപ്പം ചെയ്യുന്നതായിരിക്കും, ചില ആളുകൾക്ക് ഇങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതെനിക്ക് എളുപ്പം ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ രാവിലെ കുടിക്കാനുള്ള വെള്ളം വെക്കുമ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളിങ്ങനെ അജ്വൈനില്ലേ, അയമോദകം, അതിടാറുണ്ട്. പിന്നെ എപ്പോഴും എന്തെങ്കിലും തുളസി ഇലയോ പനിക്കൂർക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാനും ശ്രമിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇതെല്ലാം പെട്ടെന്ന് കട്ട് ചെയ്ത് എല്ലാം പെട്ടെന്ന് കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് കുളിക്കണം. കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും കുറച്ച് പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കഴുകി ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. എല്ലായിടവും ഒന്ന് തുടച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി എല്ലാം ഒന്ന് തുടയ്ക്കണം, ക്ലീൻ ചെയ്യണം. ഷീറ്റ്സൊക്കെ ഒന്ന് മാറ്റേണ്ടതൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് വൃത്തിയാകും. അപ്പോൾ പിന്നെ ആ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ അതിനകത്തുള്ള അഴുക്കുകളൊക്കെ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് വീണ്ടും ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരുപാട് അഴുക്കായി കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് അത് അഴുക്ക് മുഴുവൻ മാറി വരാൻ വേണ്ടി നല്ല പ്രയാസം തോന്നും. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഇന്നിവിടെ എനിക്ക് ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം, റൂമൊക്കെ ഒന്ന് അടിച്ചു വാരണം. വീക്കെൻഡിലൊക്കെ ഇടയ്ക്കൊക്കെ അതിനകത്ത് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്ത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കും, ഒന്ന് വാക്കുമൊക്കെ ചെയ്യും. എനിക്ക് ഏറ്റവും പ്രയാസമുള്ളത് ഈ ഡ്യുവറ്റ് സെറ്റിൻ്റെ ഷീറ്റ് മാറ്റുന്നതാണ്. എന്ന് വെച്ചാൽ അത് അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ഉള്ളൊരിത്. അപ്പം ഞാനെപ്പോഴും അതിൻ്റെ കോർണർ രണ്ടും കറക്റ്റ് പിടിച്ചിട്ട് ചെയ്യാനൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് മിസ്സായി പോവും. പിന്നെ കുറേ നേരം കഷ്ടപ്പെട്ട് വീണ്ടും അതൊക്കെ ചെയ്യും. ഇത് ആദ്യയുടെ ബെഡിൻ്റെ സൈഡാണ്. ഇവിടേക്ക് ഇനി കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഡോൾസും ഇതൊക്കെ. അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡെറ്റോളോ മറ്റെന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ആകാറുണ്ട്. ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യക്കുട്ടനപ്പുറത്ത് എന്തോ ഡ്രോയിങ്ങിലായിരുന്നു. അതും കൊണ്ട് ആദ്യം വരുന്നുണ്ട്, എന്തൊക്കെയോ ആണ് ഡ്രോയിങ് ചെയ്യായിരുന്നു, അത് പറയാൻ വരിക. This is my shape. First, you need to do a line, then star here, then heart. But the heart is not working. It have a little curve. That's why I made it as a triangle and a circle. Finished. Yeah, good.
ആദ്യക്കുട്ടൻ എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരച്ചതൊക്കെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടുവന്ന് എന്നെ എപ്പോഴും കാണിക്കും. ഇങ്ങനെ റൂമിൽ ഞങ്ങളൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ഡിഫ്യൂസർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഗ്രീനൊന്നും ഇല്ലാത്ത പോലെ തോന്നി. അപ്പം ഞാൻ നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് 2-3 ലീഫൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനെ കുറച്ചുകൂടെ ഒന്ന് ലൈവ് ആക്കാൻ വേണ്ടി കുറച്ച് ഗ്രീനൊക്കെ കൊടുത്തു. ഇവിടെ ഇപ്പം ഇങ്ങനെ വിൻ്ററായി കഴിയുമ്പോൾ ഇനി ബ്ലാക്ക് മോൾഡൊക്കെ വരും, പിന്നെ ഭയങ്കര മോയ്സ്ചറായിരിക്കും. അപ്പോൾ ഇങ്ങനെ പോകാൻ വേണ്ടി നമ്മളിങ്ങനെ മോയ്സ്ചർ ട്രാപ്പിങ്ങിന് വെക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറേ കഴിയുമ്പോൾ അതിങ്ങനെ വെള്ളമായിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ മാറ്റും. ഇത് ഇങ്ങനെ ബ്ലാക്ക് മോൾഡ് വരുമ്പോൾ അതിന് വേണ്ടി ബ്ലാക്ക് മോൾഡ് റിമൂവർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത്യാവശ്യം എല്ലാം ക്ലീൻ ചെയ്തു. ഇപ്പോൾ എല്ലാം റൂം സെറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. ഇനി ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് വെക്കണം. എഗ്ഗും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങളും ഫ്രിഡ്ജൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്തൊന്ന് അറേഞ്ച് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പാക്കറ്റ് വരുന്നതെല്ലാം ഇങ്ങനെ പാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഓരോ കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും. എന്താ പറയുക, അതിൽ കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ നമുക്ക് ആ കവർ മാറ്റാം. എനിക്ക് നേരത്തെ അനുഭവമുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിലപ്പോൾ കവറിൽ കുറേ നാൾ വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ കവറിൻ്റെ ഒരു പ്ലാസ്റ്റിക് സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കവറിൽ തന്നെ വെക്കുമ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ എല്ലാം ഇതുപോലെ ഓരോ സെപ്പറേറ്റ് കണ്ടെയ്നറിനകത്ത് ആക്കിയിട്ടാണ് വെജിറ്റബിൾസ് ആയാലും ഒക്കെ എല്ലാ കാര്യങ്ങളും എടുത്ത് വെക്കുന്നത്. കറിവേപ്പിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അത് മുഴുവൻ ഊരിയെടുത്തിട്ട് ഓരോന്നോരോന്നത്ത് അത് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് എടുത്തിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കും. ഫ്രിഡ്ജൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പം നന്നായിട്ട് അതിലെ ബാഡ് സ്മെല്ലൊക്കെ പോകും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കും. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡോറിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ അഴുക്കായ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ. ചിലപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അതിനകത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ പോവും. നമ്മൾ ഫുഡ് ആണല്ലോ അത് വെക്കുന്നത്, എല്ലാം നന്നായിട്ട് ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ രാവിലെ മുതൽ ആദ്യം ഇങ്ങനെ പസിൽ ഫില്ല് ചെയ്യാൻ നോക്കുമായിരുന്നല്ലോ. ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ആ പസിൽ കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ടൈം എടുത്തു കേട്ടോ, പക്ഷെ നല്ല രസമായിരുന്നു. ആദ്യമൊന്ന്
പിന്നെ ഇത് കുറേ നാളുകൊണ്ട് ഇവിടെ ഇരിക്കുക ഇങ്ങനെ ഒരു ബേക്കിംഗ് ട്രേ. അപ്പോൾ ഇതിനെ ഒന്ന് റീയൂസ് ചെയ്യണമെന്ന് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് മേക്ക് ഓവർ ചെയ്തിട്ടൊരു എന്താ പറയുന്ന ഒരു പ്ലാന്റഡ് ബോക്സ് ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ് ഞാനിനി. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. എന്താണ് ചെറിയൊരു പ്ലാന്റൊക്കെ ഞാൻ ഫിക്സ് ചെയ്തു. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി എനിക്ക് കുറച്ചൊരു ഇൻഡോർ പ്ലാന്റൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും വെജിറ്റബിൾസും പിന്നെ ഫ്രൂട്ട്സിൻ്റെയും എഗ്ഗിൻ്റെ ഷെല്ല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മുടെ തേയിലയുടെ മുട്ടൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതെല്ലാം എടുത്തിട്ട് കുറച്ച് അത്യാവശ്യം ഇതുപോലെ വലിയ ബോട്ടിലായി കഴിയുമ്പോൾ ഞാനതെടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അത് കുറച്ച് ഞാനൊരു ബക്കറ്റിനകത്ത് ഒഴിച്ച് മാറ്റി വയ്ക്കും. എന്നിട്ട് അതൊരു 2-3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും എടുക്കും. അപ്പോൾ എടുത്ത് കഴിയുമ്പോൾ അതെന്താ പറഞ്ഞാൽ പുളിച്ച് അതിൻ്റെ ഇതൊക്കെ റെഡി ആയി കഴിയുമ്പം ഇരട്ടി വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പ്ലാന്റിന് ഒഴിക്കും. അതാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ വളർന്ന് കിട്ടിയിട്ടുണ്ട്, നിറയെ പൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടുത്തെ ഓർക്കിഡിനൊക്കെ ഞാൻ നിറയെ കൊടുക്കാറുണ്ട്. ബാക്കി പച്ചക്കറി, കുറച്ച് ചെറിയ ചെറിയ പച്ചക്കറികൾ കാര്യങ്ങളുണ്ട്, കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അതിനെല്ലാം ഞാനിത് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തേക്ക് പോയി. വൈകുന്നേരമായി, പക്ഷെ കാണുമ്പോൾ ഭയങ്കര ഇരുട്ടായി തോന്നും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി പോയതാണ്. ക്രിസ്മസ് ടൈമൊക്കെ ആയതുകൊണ്ട് ഇവിടെയെല്ലാം ക്രിസ്മസിന് വേണ്ടിയുള്ള ഡെക്കറേഷൻസൊക്കെ തുടങ്ങി. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നല്ല ഭംഗിയായിരുന്നു എല്ലാം ഇങ്ങനെ കളറൊക്കെ, ലൈറ്റും ട്രീയും ഒക്കെ കാണാൻ. ഫോട്ടോയിൽ അത്ര എന്താണ് പറയുന്നത്, അത്ര ഭംഗിയായിട്ട് തോന്നിയില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.